ബോധി അക്കാദമിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് 3ാം ക്ലാസ്സിലെ 1ാമത്തെ ഏകകത്തിലെ ബാലോത്സവ എന്നുള്ള 2ാമത്തെ ഭാഗമാണ്. നമുക്ക് നോക്കാം. ബാലോത്സവ, അവിടെ താഴെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഒരു ക്ലാസ് റൂമിന്റെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. അതില് ശ്രാവണ പൂർണിമ സംസ്കൃത ദിനം എന്നവിടെ എഴുതിയിട്ടുണ്ട്. കുറെ കുട്ടികള്, വിദ്യാർത്ഥികള് ഇരിക്കുന്നുണ്ട്. അധ്യാപികയും അവിടെ ഉണ്ട്. അപ്പോ അതൊരു സംഭാഷണ രൂപത്തിലാണ് അവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. അത് നമുക്ക് നോക്കാം. ഛാത്രാഹ വിദ്യാർത്ഥികൾ പറയാണ് നമസ്തേ. നമസ്തേ എന്ന് പറയാണ്. അധ്യാപിക പറയുന്നു നമസ്തേ, സുപ്രഭാതം, സർവേഭ്യഃ സംസ്കൃത ദിന ആശംസാഹ. കുട്ടികളോടും അധ്യാപിക നമസ്തേ പറയുന്നു, സുപ്രഭാതം പറയുന്നു. സർവേഭ്യഃ എല്ലാവർക്കും സംസ്കൃത ദിന ആശംസകൾ അർപ്പിക്കുകയാണ്. സംസ്കൃത ദിന ആശംസകൾ പറയാണ് അധ്യാപിക. നമുക്ക് അടുത്ത പേജ് നോക്കാം. അടുത്ത പേജില് ഛാത്രാഹ വിദ്യാർത്ഥികൾ പറയുന്നു സംസ്കൃത ദിന ആശംസ. തിരിച്ചും അധ്യാപികയോട് സംസ്കൃത ദിന ആശംസകൾ പറയാണ് കുട്ടികള്. അത് ഇനി മായ എന്ന് പറയുന്ന ആ വിദ്യാർത്ഥികളില് ഒരു കുട്ടിയുടെ പേരാണ് മായ. ഉദ്ധായ എന്ന് അവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഉദ്ധായ എന്ന് പറഞ്ഞാല് എഴുന്നേറ്റിട്ട്, മായ എഴുന്നേറ്റിട്ട് ടീച്ചറോട്, അധ്യാപികയോട് ചോദിക്കുകയാണ് ഘോഷയാത്ര കഥാ പ്രചലതി. ഘോഷയാത്ര എപ്പോഴാണ് നടക്കുന്നത്? എപ്പോഴാണ് ഘോഷയാത്ര നടക്കുക എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അധ്യാപിക പറയാണ് ഇദാനീം ഭവതി ഭവന്തഃ സജ്ജ വ. അപ്പോ അധ്യാപിക ടീച്ചർ പറയാണ് ഇപ്പൊ നടക്കും. ഭവന്തഃ സജ്ജ വ, നിങ്ങളതിന് തയ്യാറാണോ എന്ന് ചോദിക്കുകയാണ്. ഛാത്രാഹ ആം മുദ്രാവാക്യാനി രചിതാനി. ഞങ്ങള് തയ്യാറാണെന്ന് പറയാണ്. ആം ശരിയാണ്, ഞങ്ങൾ തയ്യാറാണ്. മുദ്രാവാക്യാനി രചിതാനി, മുദ്രാവാക്യങ്ങളൊക്കെ ഞങ്ങള് രചിച്ചു വെച്ചിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറയാണ്. അപ്പോ അധ്യാപിക പറയാണ് ഉത്തമം, വളരെ നല്ലത്. ഗമന സമയേ ഭവന്തഃ മുദ്രാവാക്യാനാം സമ്യക് ഘോഷണം കുർവന്തു. ആ ഘോഷയാത്ര ഗമന സമയേ വരുന്ന സമയത്ത് ഭവന്തഃ നിങ്ങളെല്ലാവരും മുദ്രാവാക്യാനാം സമ്യക് ഘോഷണം കുർവന്തു. മുദ്രാവാക്യങ്ങളെ കൊണ്ട് നല്ല പോലെ മുദ്രാവാക്യങ്ങൾ മുഴക്കണം എന്ന് പറയാണ് അവിടെ. മനസ്സിലായോ? ഛാത്രാഹ വിദ്യാർത്ഥികൾ പറയാണ് സ്വ ഉത്സാഹം, വളരെ ഉത്സാഹത്തോടു കൂടി, ബ്രാക്കറ്റിൽ സ്വ ഉത്സാഹം എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് വളരെ ഉത്സാഹത്തോടു കൂടിയിട്ട് വിദ്യാർത്ഥികൾ പറയുന്നു ആം ശരി, അങ്ങനെ ചെയ്യാം എന്ന് പറയാണ്. തീർച്ചയായിട്ടും ചെയ്യാമെന്ന് പറയാണ്. പതക്കമഭി ധൃതവന്തഃ. പതക്കം എന്ന് പറഞ്ഞ ബാഡ്ജും ഉണ്ടായിരിക്കണം എന്ന് പറയാണ്. ബാഡ്ജും ഉണ്ടായിരിക്കും എന്ന് പറയാണ്. അപ്പൊ അധ്യാപിക പറയാണ് സമീചീനം, വളരെ നല്ലത്. മധുരം സ്വീകുർവന്തു, മധുരം എടുത്തോളൂ. ഛാത്രാഹ ധന്യവാദഃ. അപ്പൊ വിദ്യാർത്ഥികൾ പറയാണ് ധന്യവാദഃ എന്ന് പറഞ്ഞാല് നന്ദി എന്ന് പറയാണ്. അപ്പൊ ഇത്രയും സംഭാഷണ ഭാഗമാണ് നമുക്ക് ആ ബാലോത്സവ എന്നുള്ള പാഠഭാഗത്തുള്ളത്. ഇനി നമുക്ക് അടുത്ത പേജ് നോക്കാം. അടുത്ത പേജില് പഠന പ്രവർത്തനങ്ങളാണ്. അവിടെ ഒരു ഘോഷയാത്രയുടെ ഘോഷയാത്രാം പശ്യതു, ഘോഷയാത്ര നോക്കാനാണ് പറയുന്നത്. നോക്കൂ എന്ന് പറയാണ്. ശ്രാവണ പൂർണിമ സംസ്കൃത ദിനം എന്ന് പറയുന്ന ഒരു പോസ്റ്ററുമായിട്ടാണ് അവര് അവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഘോഷയാത്ര വന്നുകൊണ്ടിരിക്കുകയാണ്. അത്രയേ ഉള്ളൂ നമുക്ക് ആ പേജിൽ കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്തത് നോക്കാം. അടുത്ത പേജില് സ്ഫോരക പത്രാണി പശ്യതു പഠതു. അവിടെ പ്ലക്കാർഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. വദതു സംസ്കൃതം, പഠതു സംസ്കൃതം, ലിഖതു സംസ്കൃതം. അപ്പൊ അവിടെ അത് നോക്കൂ, അത് വായിക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് താഴെയായിട്ട്
സ്ഫോരകപത്രം എന്ന് പറഞ്ഞാൽ പ്ലക്കാർഡ്സ് ആണ്. സ്ഫോരകപത്രാണി പൂരയതു. ആ സ്ഫോരകപത്രങ്ങൾ പൂരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ പൂരിപ്പിക്കാന്ന് വെച്ചാൽ അവിടെ എഴുതിയിട്ടുണ്ട് വദതു സംസ്കൃതം. വദതു സംസ്കൃതം എന്ന് പറഞ്ഞാൽ പറയൂ സംസ്കൃതം. വദതു എന്നുള്ളത് കുത്തുകളെ കൊണ്ടാണ് അവിടെ എഴുതിയിട്ടുള്ളത്. അത് നിങ്ങൾ പെൻസിൽ കൊണ്ട് അവിടെ എഴുതി അത് പൂരിപ്പിക്കാനാണ് അവിടെ പറയുന്നത്. പെൻസിൽ കൊണ്ടോ പേന കൊണ്ടോ പൂരിപ്പിക്കാനാണ് അവിടെ, എന്തായാലും അവിടെ പൂരിപ്പിക്കാനാണ് പറയുന്നത്. നമുക്ക് ഇഷ്ടമുള്ള പെൻസിൽ കൊണ്ട് പൂരിപ്പിക്കാം. ഇനി പടതു സംസ്കൃതം. അവിടെ പടതു എന്നുള്ളതും ആ കുത്തുകൾ ഇട്ടിട്ടാണ് എഴുതിയിരിക്കുന്നത്. അതും പൂരിപ്പിക്കുക. എന്നിട്ട് അത് ഒരുമിച്ച് വായിക്കുക. പടതു സംസ്കൃതം. അതുപോലെ ലിഖതു സംസ്കൃതം. അപ്പം അവിടെ ലിഖതു എഴുതു എന്നാണ്. അതും അതുപോലെ തന്നെ കുത്തുകളെ കൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതും കുത്തുകൾ യോജിപ്പിച്ച് അവിടെ പൂരിപ്പിക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഇത്രയൊക്കെയാണ് നമ്മുടെ 22ാമത്തെ പേജിൽ ഉള്ളത്. നമുക്ക് അടുത്ത 23ാമത്തെ പേജ് നോക്കാം. 24ാമത്തെ പേജിൽ അവിടെ പതക്കം നിർമ്മാതു. അവിടെ ബാഡ്ജ് നിർമ്മിക്കാനാണ് ബാഡ്ജ് നിർമ്മിക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ കണ്ടില്ലേ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഒരു ബാഡ്ജ് നിങ്ങളോട് നിർമ്മിക്കാനാണ് പറയുന്നത്. അതിൽ ശ്രാവണ പൂർണിമ സംസ്കൃത ദിനം എന്ന് എഴുതിയിട്ടുള്ള ഒരു ബാഡ്ജ് നിർമ്മിക്കാനാണ് പറയുന്നത്. ഇനി അതിന് താഴെ ആശംസാവാക്യാനി പരസ്പരം വദതു. ആശംസാവാക്യാനി പരസ്പരം വദതു അല്ലേ? എന്തൊക്കെയാണ് ആശംസാ വാക്കുകൾ എന്ന് പറഞ്ഞാൽ? എന്തൊക്കെയാണ്? നമ്മുടെ ബർത്ത്ഡേ അല്ലേ, നമ്മുടെ ജന്മദിനം, പിറന്നാളൊക്കെ വരുമ്പോൾ നമ്മൾ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയും. അത് നമ്മുടെ ഒരു ആശംസാ വാക്യമാണ്. അതുപോലെ ഇവിടെ സംസ്കൃതത്തിലും ആശംസാവാക്യങ്ങൾ പരസ്പരം പറയൂ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ രാവിലെ നമ്മൾ ഒരാളെ കാണുമ്പോൾ നമ്മൾ സുപ്രഭാതം അല്ലേ പറയും. അതുപോലെ രാത്രി ശുഭരാത്രി എന്നൊക്കെ പറയും. അതും ആശംസാ വാക്യങ്ങളാണ്. അപ്പോൾ ഏതൊക്കെയാണ്? ജന്മദിന ആശംസഹ, അതുപോലെ സംസ്കൃത ദിനാശംസകൾ അല്ലേ, അത് പറഞ്ഞു, അതും ആശംസകളാണ്. അതുപോലെ തന്നെ നവവത്സരാശംസക. നവവത്സരാശംസകൾ എന്ന് പറഞ്ഞാൽ എന്താണ് നവവത്സരാശംസകൾ? പുതുവത്സര ആശംസകളാണ് കേട്ടോ. അതുപോലെ അവിടെ താഴെ കൊടുത്തിരിക്കുന്നു സുപ്രഭാതം എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ശുഭരാത്രി, ഇതൊക്കെ ആശംസാവാക്യങ്ങളാണ്. അപ്പോൾ ഇവിടെ ടീച്ചർ കൊടുക്കാം. അപ്പോൾ അത് നോക്കി പഠിക്കുക കേട്ടോ. ഇനി നമുക്ക് അടുത്ത പേജ് നോക്കാം. ഇവിടെ 2 കുട്ടികളുടെ ചിത്രമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അവിടെ പെൺകുട്ടി ആൺകുട്ടിയോട് പറയാണ് നമസ്തേ. നമസ്തേ എന്നാണ് പറയുന്നത്. ആൺകുട്ടി തിരിച്ചും നമസ്തേ എന്ന് പറയുന്നു. അതിൻ്റെ താഴെയുള്ള ചിത്രം നോക്കൂ. അധ്യാപികയാണ്. അധ്യാപിക കുട്ടിക്ക് എന്തോ മധുര പലഹാരം കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ ധന്യവാദ കുട്ടിക്ക് കൊടുക്കുകയാണ് അധ്യാപിക. അപ്പോൾ കുട്ടി പറയാണ് ധന്യവാദ. ധന്യവാദ എന്ന് പറഞ്ഞാൽ താങ്ക്സ് കേട്ടോ. ആ ബോർഡിൽ എഴുതിയിട്ടുണ്ട് സ്വാഗതം. കണ്ട, അത് അധ്യാപിക പറയുന്നതാണ്. അപ്പോൾ നമ്മൾ പറയില്ലേ താങ്ക്സ് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക ഇംഗ്ലീഷിൽ? വെൽക്കം. അത് തന്നെയാണ് സ്വാഗതം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ ധന്യവാദ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വാഗതം എന്നാണ് പറയേണ്ടത്. ഇനി നമുക്ക് അടുത്ത പേജ് നോക്കാം. അപ്പോൾ അടുത്ത പേജിൽ പേജ് നമ്പർ 25 ഉദാഹരണ അനുസാരം വാക്യാനി പൂരയതു എന്നാണ്. ഉദാഹരണാനുസാരം വാക്യങ്ങൾ പൂരിപ്പിക്കാനാണ്. അവിടെ നോക്കുക. റീന പ്രഭാതേ ഉത്തിഷ്ഠതി. റീന പ്രഭാതത്തിൽ ഉണരുന്നു. അപ്പോൾ അവിടെ ഉദാഹരണം കൊടുത്തിരിക്കുന്നത് അത് ക്വസ്റ്റ്യൻ ആക്കുകയാണ് ചെയ്യേണ്ടത്. റീന കഥ ഉത്തിഷ്ഠതി. റീന എപ്പോൾ എഴുന്നേൽക്കുന്നു. അപ്പോൾ അവിടെ ക്വസ്റ്റ്യൻ ആക്കുകയാണ് ചെയ്യുന്നത്. കഥ എപ്പോൾ. കഥ എന്നുള്ളത് എപ്പോൾ എന്നാണ് അർത്ഥം. അപ്പോൾ അവിടെ റീന കഥ ഉത്തിഷ്ഠതി എന്നാണ് അവിടെ വന്നിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ചിത്രത്തിൽ അതുപോലെ തന്നെ ചെയ്യാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. രമേശഹ സായംകാലേ ക്രീഡതി. രമേശൻ സായംകാലേ സന്ധ്യാസമയത്ത് കളിക്കുന്നു. രമേശഹ കഥ ക്രീഡതി. കഥ എന്ന് തന്നെയാണ് അവിടെ എഴുതേണ്ടത്. ഇനി അടുത്തത് മൂന്നാമത്തെ ചിത്രം. സൂര്യഹ പ്രഭാതേ ഉദയതി. സൂര്യൻ രാവിലെ ഉദിക്കുന്നു. സൂര്യഹ കഥ ഉദയതി. സൂര്യൻ എപ്പോൾ ഉദിക്കുന്നു. അടുത്ത നോക്കൂ. ബാലിക സായംകാലേ ഗൃഹം പ്രത്യാഗച്ഛതി.
ബാലിക പെൺകുട്ടി സന്ധ്യാസമയത്ത് വീട്ടിലേക്ക് പ്രത്യാഗച്ഛതി തിരിച്ചെത്തുന്നു. ബാലിക കഥാ ഗൃഹം പ്രത്യാഗച്ഛതി, പെൺകുട്ടി എപ്പോഴാണ് വീട്ടിലേക്ക് തിരിച്ചെത്തിയത് എന്നാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അവിടെ കഥ എന്നുള്ളതാണ് അവിടെ വിട്ടുപോയ ഭാഗത്ത് എഴുതി ചേർക്കേണ്ടത്. അപ്പൊ ആദ്യ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്, അതുപോലെ അവിടെ എഴുതി ചേർക്കുക. എന്നിട്ട് ക്വസ്റ്റ്യൻ പഠിക്കണം കേട്ടോ. ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് അത്. ക്വസ്റ്റ്യൻ ഉണ്ടാക്കി നമ്മൾ പഠിക്കണം. ഇനി നമുക്ക് അടുത്ത പേജ് നോക്കാം. അടുത്ത പേജിലെ ബിന്ദൂൻ യോജയിത്വ പദം പൂരയതു അക്ഷരം വർണ്ണേന ലേപയതു എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അവിടെ നോക്കൂ, സ എന്നുള്ള അക്ഷരമാണ് അവിടെ വലുതാക്കി ഒരു പെട്ടിക്കകത്ത് വരച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ അത് ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് വാക്കുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. സമീചീനം തീർച്ചയായും, ആശംസാഹ ആശംസകൾ, സുപ്രഭാതം സുപ്രഭാതം. അപ്പൊ അങ്ങനെ വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ വാക്കുകളില് ആ അക്ഷരങ്ങള് കുത്തുകൾ ഉപയോഗിച്ചാണ് എഴുതിയിരിക്കുന്നത്. അത് പെൻസിൽ കൊണ്ട് എഴുതിയിട്ട് എഴുതിയതിന് ശേഷം അതിന് ആ സ എന്നുള്ള അക്ഷരങ്ങൾക്ക് നിറം കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അക്ഷരങ്ങൾക്ക് നിറവും കൊടുക്കണം കേട്ടോ. അതിന് താഴെ സ ഇതി അക്ഷരം ലിഖതു എന്ന് പറയുന്നുണ്ട്. അവിടെ 2 ലൈൻ രണ്ട് വരയുടെ ഉള്ളില് അക്ഷരങ്ങളെ സ എന്നുള്ള അക്ഷരം എഴുതിയിട്ടുണ്ട്. അപ്പൊ അത് കുത്തുകളെ കൊണ്ട് എഴുതിയിട്ടുണ്ട്. അതും പെൻസിൽ കൊണ്ട് യോജിപ്പിച്ചിട്ട് എഴുതുക. അതിനുശേഷം ആ 2 വരകളിലെ ഉള്ളില് 2 ലൈൻസിന്റെ ഉള്ളില് സ എന്ന് എഴുതി നിങ്ങൾ ഭംഗിയായിട്ട് പഠിക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ആ ഭാഗം തന്നിരിക്കുന്നത്. അപ്പൊ അക്ഷരങ്ങള് നല്ല വൃത്തിയായിട്ട് എഴുതി പഠിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ അത് എഴുതി പഠിക്കുക എല്ലാവരും. അടുത്ത പേജ് നോക്കാം. അടുത്ത പേജില് ചിത്രാണി ദൃഷ്ട ഉത്സവാനാം നാമാനി യഥോചിതം യോജയതു എന്നാണ് എഴുതിയിരിക്കുന്നത്. അവിടെ ആദ്യത്തെ ചിത്രം കാണാം, പൂക്കളൊക്കെ ഇട്ടിട്ട് ഇരിക്കുന്നു. പൂക്കളം ഓണക്കാലത്താണ് ഇടാന്ന് നമുക്കറിയാം. അതുപോലെ കണ്ടോ, മുസ്ലിം തൊപ്പിയൊക്കെ വെച്ചിട്ട് 2 കുട്ടികള് അല്ലെ പരസ്പരം കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു. അതുപോലെ അതിന് താഴെ ക്രിസ്മസ് അപ്പൂപ്പനെ കാണാം. അതിന് താഴെ കാണാം, ഹോളി ആഘോഷിക്കുന്നത് കാണാം കുറെ ആളുകൾ അല്ലെ. അപ്പോൾ നമുക്കവിടെ അതിന് ഓരോന്നിൻ്റെയും നേരെ എഴുതിയിരിക്കുന്നത് തെറ്റായിട്ടുള്ളതാണ്. അത് നമ്മൾ യഥോചിതം യോജിപ്പിക്കണം. ഏതാണ് ശരി എന്നുള്ളത് യോജിപ്പിക്കണം. അപ്പൊ എല്ലാവരും സ്കെയിലും പെൻസിലും എടുക്കുക. എന്നിട്ട് ആദ്യത്തെ ചിത്രം പൂക്കളൊക്കെ ഇട്ടിരിക്കുന്നത് കണ്ടില്ലേ, അതേതാണ്? ഓണം എന്നാണ് അല്ലെ. അപ്പൊ ആ ഓണം എന്ന് പറയുന്നത് 2ാമത്തെ വാക്കാണ്. പെട്ടിക്കുള്ളിൽ എഴുതിയിട്ടുള്ള 2ാമത്തെ വാക്കാണ്. അതിൻ്റെ ഉള്ളിലേക്ക് സ്കെയിൽ വെച്ചിട്ട് പെൻസിൽ കൊണ്ട് വരയ്ക്കുക ഓണം. 2ാമത്തത് ഈദാണ്. അത് ആദ്യത്തെ വാക്കാണ്. അപ്പൊ 2ാമത്തെ ചിത്രത്തിൽ നിന്ന് ആദ്യത്തെ വാക്കിലേക്ക് സ്കെയിൽ വെച്ച് വരയ്ക്കാം. ഇനി അവിടെ ക്രിസ്മസ് അപ്പനെയൊക്കെ കാണിച്ചിട്ടുണ്ട്. അത് ക്രിസ്തുമസ് 4ാമത്തെ വാക്കാണ്. അപ്പോൾ ആ ക്രിസ്മസ് അപ്പന്റെ അവിടുന്ന് ക്രിസ്തുമസ് 4ാമത്തെ വാക്കിലേക്ക് സ്കെയിൽ വെച്ചിട്ട് നിങ്ങൾ ഭംഗിയായിട്ട് വരയ്ക്കണം. ഇനി 4ാമത്തെ ചിത്രത്തിന്റെ ഹോളിയാണ്. അത് 3ാമത്തെ വാക്കാണ്. അപ്പോൾ ഹോളി എന്നുള്ള ആ ആളുകൾ കൂടി നിൽക്കുന്ന ആ ചിത്രത്തിൽ നിന്ന് നിങ്ങൾ പെൻസിൽ വെച്ചിട്ട് സ്കെയിൽ വെച്ചിട്ട് പെൻസിൽ കൊണ്ട് ഹോളിയിലേക്ക് വരയ്ക്കണം കേട്ടോ. അപ്പൊ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ടീച്ചർ ഇവിടെ കൊടുക്കുന്നുണ്ട്, അത് നോക്കിയിട്ട് തെറ്റാതെ വരച്ച് യോജിപ്പിക്കുക കേട്ടോ. ഇനി നമുക്ക് അടുത്ത പേജ് നോക്കാം. അടുത്ത പേജ് 28ാമത്തെ പേജാണ്. ഭവതാം പ്രദേശേഷു കെ ഉത്സവാഹ സന്ധി എന്നാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പ്രദേശത്തുള്ള ഉത്സവങ്ങള് ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ 2 എണ്ണം കൊടുത്തിട്ടുണ്ട്. പൂരം കൊടുത്തിട്ടുണ്ട്, ജലോത്സവം അല്ലെ, ജലോത്സവം. അതുപോലെ വേറെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ്? വിഷു അല്ലെ, വിഷു ഉണ്ട്. അതുപോലെ തന്നെ ഓണം, അതൊക്കെ നിങ്ങൾക്ക് അവിടെ എഴുതാം കേട്ടോ. ഇനി അതിന്റെ താഴെയുള്ളത് ഉത്സവാനാം ചിത്രാണി സചിത്ര പുസ്തകെ യോജയതു. ഉത്സവങ്ങളുടെ ചിത്രങ്ങളൊക്കെ നിങ്ങൾ ശേഖരിച്ചിട്ട് സചിത്ര പുസ്തകെ യോജയതു, നിങ്ങളുടെ സചിത്ര പുസ്തകത്തില് ഒട്ടിക്കാനാണ് പറയണത്. മനസ്സിലായോ? അപ്പൊ അതിൽ കൂട്ടിച്ചേർക്കാനാണ് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ ഉത്സവങ്ങളുടെ ചിത്രങ്ങളൊക്കെ ശേഖരിച്ചിട്ട് നിങ്ങൾ
സചിത്ര പുസ്തകത്തിൽ അത് യോജിപ്പിച്ച് വൃത്തിയാക്കി ചെയ്യുക. അതൊക്കെയാണ്. ഇനി അടുത്തത് അവിടെ ആ പാഠഭാഗത്തിൽ കൊടുത്തിരിക്കുന്ന വാക്കുകളുടെ അർത്ഥങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ഏകകം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി രണ്ടാമത്തെ ഏകകവുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാവാൻ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ട്സുകളൊക്കെ സംസ്കൃതത്തിനെ സംബന്ധിച്ചുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.